ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഷിൽ ഔട്ട്. അപ്പോൾ എല്ലാവരെയും ഷിൽ ഔട്ടിലേക്ക് ഇങ്ങനെ ഹദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നല്ല കിടിലൻ തമിഴ് സോങ്സുമായിട്ട് ഷിൽ ഔട്ട് ഇങ്ങനെ റെഡി ആയി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഊഴാണ്. വേഗം വിളിക്കുക, ഡെഡിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക. പിന്നെ നിങ്ങളുടെ മെയിൽസും വേഗം മെയിൽസ് ഒക്കെ ഇങ്ങനെ അയച്ചോളൂ. ഞാൻ എന്താ വായിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇനി മൂവി വിശേഷങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇളയ ദളപതിയുടെ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ദീപാവലിക്കാണ് അതെന്തായാലും റിലീസ് ചെയ്യുക. അപ്പോൾ ദീപാവലി വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ വയ്യല്ലേ. അപ്പോൾ എന്തായാലും വിജയ് ഫാൻസ് എല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അടുത്ത മൂവിയുടെ വിശേഷങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. വിജയുടെ നെക്സ്റ്റ് മൂവിയാണ് മാരിസൺ എന്ന് പേരിട്ടിട്ടുണ്ട് ആ മൂവിക്ക്. അതാണ് ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പോകുന്നത്. ഒരു കുടുംബ ചിത്രമാണ് ഇത് എന്നാണ് പറയുന്നത്. അതിന്റെ പ്രധാന ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ ചാലക്കുടിക്കാരും ഒരുങ്ങിയിരുന്നുള്ളൂ. ചാലക്കുടിയിലെ വനപ്രദേശത്തിലാണ് കൂടുതലായിട്ട് ഇതിന്റെ ആ ഒരു ചിത്രീകരണം എല്ലാം വരാൻ പോകുന്നത്. ശ്രീദേവി, അതുപോലെ തന്നെ ശ്രുതി ഹാസൻ, അങ്ങനെ ഒരു വൻ താരനിര തന്നെ ഇതിലുമുണ്ട്. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്തിരുന്നുള്ളൂ. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനായിട്ട് ഐറ്റം ഡാൻസുമായിട്ട് ഒരു മെയിൻ ആള് വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ആൻഡ്രിയാണ് ഐറ്റം ഡാൻസുമായിട്ട് ഈ ഒരു മൂവിയിൽ വരുന്നത്. അപ്പൊ മാരിസൺ മൂവി കാണാൻ റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും റെഡി ആയിക്കോളൂ. വിജയ് ഫാൻസ് എല്ലാവരും റെഡി ആയിട്ടിരിക്കുമ്പോഴേക്കും ഒരു മെയിൽ വന്നിട്ടുണ്ട്. മെയിലിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മുടെ ഫസ്റ്റ് കോളർ. ഹലോ, ഷില്ലറിലേക്ക് സ്വാഗതം. ധാരാണ് അയ്യപ്പൻ ഫ്രം കാക്കനാട്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. നാട്ടിലൊക്കെ പോയിട്ട് എന്ന് വന്നു? ഇല്ല, നാട്ടിലേക്ക് ഞാൻ പോയില്ല. ഞാൻ അവിടെ തന്നെ ഉണ്ടായി. ഞാൻ 18-ാം തീയതി പോകും ദീപാവലി. പോയില്ല? അപ്പൊ ഇനി ദീപാവലിക്കാണ് പോകുന്നത്? അതെ. ദീപാവലിക്ക് വേണ്ടിട്ട് കുറെ ഫിലിംസ് വെയിറ്റിംഗിലാണ്. അന്നത്തെ ദിവസം കുറെ പരിപാടിയൊക്കെ. ദീപാവലി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണോ ഫിലിമിന് പോവാ? അതെയോ ഫസ്റ്റ്? നമുക്ക് ദീപാവലി പരിപാടി രാവിലെ എനിക്ക് കുളിക്കുക, അതൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്പലത്തേക്ക് പോയി വഴിപാട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് സിനിമ തിയേറ്റർ. ഫസ്റ്റ് കത്തി, രണ്ടാമത്തെ മൂന്നാമത്തെ പൂജ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഏതാന്ന് വരെ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? പിന്നെ എന്താണിത്? അപ്പൊ ഒരാളെയും വിടല്ല. അന്നത്തെ ദിവസം തന്നെ 3 സിനിമ കാണാൻ. കാരണം പിറ്റേ ദിവസമൊക്കെ റെസ്റ്റ് എടുക്കാലോ. തലവേദന വരുമോ ഇത്രയും 3? അങ്ങനെയൊന്നുമില്ല. ഞാൻ വിചാരിച്ചു വിജയാണ് എന്റെ ഫാനല്ലേ? അതെ, ഫസ്റ്റ് സിനിമ കത്തി. ഫ്ലെക്സ് ഒക്കെ അടിച്ചു കഴിഞ്ഞു. പിന്നെ റെഡി ആയി കഴിഞ്ഞു. ഇനി അങ്ങ് ഇറങ്ങിയാ മതി. തിയേറ്ററിൽ പോയിട്ട് ഫ്ലെക്സ് കിട്ടുക. പിന്നെ നമ്മള് ഡാൻസ് ഉണ്ടാവും, എല്ലാ പരിപാടി ഉണ്ടാവും. എവിടെ? തിയേറ്ററിന് മുമ്പിൽ ഡാൻസ്? പിന്നെ തിയേറ്ററിൽ ഫ്രണ്ടിലുണ്ടാവും, സ്ക്രീനിന്റെ ഫ്രണ്ടിലുണ്ടാവും. കൊള്ളാലോ. അപ്പൊ ഞങ്ങളൊക്കെ ഇത് കാണാൻ വരണല്ലോ. ഇവിടെ സിറ്റിന്റെ ഉള്ളിലൊക്കെ അങ്ങനെ ഉള്ള, നമ്മുടെ ഏരിയകളൊക്കെ അങ്ങനെ ഉള്ള എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ അധികം അങ്ങനെ ഡാൻസ് ഒന്നും ഇല്ലെന്നൊന്നും ഫാൻസിന്റെ വക. അവിടെ തമിഴ്നാട്ടിൽ അത് കുറെ സിനിമകളൊക്കെ കാണിക്കാറുണ്ടല്ലോ. അതേപോലെ തന്നെ ഉള്ളിലേക്ക് എല്ലാ പരിപാടിയും ഉണ്ടാവും. അപ്പൊ കറക്റ്റ് അങ്ങനെ തന്നെയാണ്. അതന്നെ. ഓഹോ, അപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇതിന് വേണ്ടിട്ട്? ഗ്രൂപ്പ് ഉണ്ട്. കഴിഞ്ഞ തുപ്പാക്കിയിൽ മാത്രം എങ്കിൽ 300 ടിക്കറ്റാണ് പിടിച്ചത് തുപ്പാക്കിയിൽ. അപ്പൊ ഫസ്റ്റ് ഷോ നിങ്ങൾക്ക് വേണ്ടി മാത്രം? അതന്നെ, എങ്ങൾക്കൊക്കെ ഫ്രീ ആണ്. 300 ടിക്കറ്റ് മേടിച്ച് നമ്മുടെ സർക്കാർ എല്ലാവർക്കും ടിക്കറ്റ് കൊടുത്തിട്ട് എങ്കിൽ പോകും. പക്ഷെ അവസാനം എങ്കിലും ഒരു 10 പേരിനും ഫ്രീ. എനക്കൊക്കെ ഫ്രീ ആണ്. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്. അപ്പൊ എന്തായാലും മൂവി കാണാൻ ഇങ്ങനെ റെഡി ആയിട്ടിരുന്നോളൂ. പുതിയ മൂവിയുടെ വിശേഷങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. അണ്ണന്റെ പാട്ട് തന്നെയാണോ വേണ്ടത്? പിന്നെ നോക്കട്ടെ, ട്രൈ ചെയ്യട്ടെ. അല്ലെങ്കിൽ ഈ എപ്പിസോഡിൽ എവിടെയെങ്കിലും അണ്ണന്റെ സോങ് ഉണ്ടാവും. ഓക്കെ, 4-5 പാട്ടിൽ അണ്ണന്റെ പാട്ട് ഏതെങ്കിലും ഒരു പാട്ട്. ഓക്കെ, ഡൺ. ഓക്കെ, ബൈ. സോങ്ങിന് മുമ്പ് സ്പെഷ്യൽ ആയിട്ടൊരു ഡെഡിക്കേഷൻ വായിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രിയയാണ് നമുക്ക് മെയിൽ അയച്ചിരിക്കുന്നത്. പ്രിയ പറഞ്ഞിരിക്കുന്നത് സ്പെഷ്യൽ ഒരു ഡെഡിക്കേഷൻ പറയണം ചേച്ചി, എന്റെ അഞ്ചുകുട്ടിയുടെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അഞ്ചുകുട്ടിക്കായിട്ട് സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് സോങ് റെഡി.